അവര് തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ടെന്ന് മീരയ്ക്ക് നല്ല സംശയമുണ്ട്. അവള് നല്ല ബുദ്ധിയുള്ള കുട്ടിയല്ലേ? രണ്ടുപേര് മാറി നിന്ന് സംസാരിക്കുന്നത് കണ്ട ഒറ്റ നോട്ടത്തിൽ അവര് തമ്മിലുള്ള ബന്ധം ഏത് ടൈപ്പാണെന്ന് വായിച്ചെടുക്കാൻ പറ്റും. അതും ഇപ്പൊ എനിക്ക് വലിയൊരു തലവേദനയായി. ട്രീറ്റ്മെന്റിന് വിടുമ്പോ ദേവിക കൂട്ടത്തിൽ പോകേണ്ടി വരുമല്ലോ. കുറച്ചു ദിവസം ഇവിടുന്ന് മാറി നിൽക്കട്ടെ, ബാക്കി നമുക്ക് പിന്നെ ആലോചിക്കണം. അവളെ ഇവിടുന്ന് എന്നേക്കുമായി ഔട്ടാക്കാനുള്ള ഒരു പ്ലാൻ റെഡിയാക്കിയേ പറ്റൂ. ഒന്നും പറയണ്ട സിദ്ധു. കൺവെൻഷൻ സെന്ററിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതിന് ഓടിപ്പിടിച്ച് വന്നതാ. ഇപ്പൊ തന്നെ തിരിച്ചു പോണം. നല്ല തിരക്കാണ്. ഇതിനിടയ്ക്ക് തന്നെ കാണാനൊന്ന് വരണമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ല. താനിങ്ങനെ കിടന്നാ മതിയോ? ദേവിയെ വിളിച്ചിട്ട് വന്നിട്ട് ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല. താനൊന്ന് വേഗം പഴയതുപോലെ ആയാലേ ഇവരുടെ ജീവിതം ഒരു കരക്കെത്തിക്കാൻ പറ്റൂ. ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അധികമൊന്നും വൈകില്ല. അച്ഛൻ പഴയതിനേക്കാളും എനർജിയിൽ തിരിച്ചു വരും, അല്ലേ അച്ഛാ? സിദ്ധുവിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് ദേവികയാണ്. ആ ഒരു കോൺഫിഡൻസ് ചോർന്നു പോരുത്. ദേവിക വിചാരിച്ചാലേ സിദ്ധുവിന് വേഗം തിരിച്ചു വരാൻ സാധിക്കൂ. ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട് സർ. ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾ തമ്മിൽ ഇത്രയ്ക്കും ഡീപ്പായ ഒരു ആത്മബന്ധമുണ്ടായെന്ന് എങ്ങനെയാണെന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. അത് വലിയൊരു അതിശയം തന്നെയാണ്. ദേവികയ്ക്ക് എന്താ പറ്റിയത്? ഞാൻ വന്നപ്പോൾ ശ്രദ്ധിക്കുന്നു. എന്തേ, സുഖമില്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല സർ. ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മുഖം വല്ലാതിരിക്കുന്നു. ഇല്ല, ഇവിടെ പ്രശ്നമൊന്നുമില്ല സർ. പ്രഭ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുന്നുണ്ടോ? ചെയ്യാതിരിക്കില്ല, വലിയ ദാർഷ്ട്യക്കാരിയാ. അതൊന്നും കേട്ട് മനസ്സ് തളർന്നു പോരുത്. പല കാര്യങ്ങളിലും നിന്നേക്കാൾ കൂടുതൽ നന്ദൻ അനുഭവിക്കുന്നുണ്ട്. അതൊന്നും അത്ര കാര്യമായിട്ട് എടുക്കണ്ട. ആ, ദേവിയുടെ വീട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയാ? അവരൊക്കെ വിളിക്കാറുണ്ടോ? അവിടെ ആകെ പ്രശ്നമാ. ശാരിയുടെ കല്യാണോ നാളെ. കല്യാണോ? അവക്ക് ഈ കല്യാണം നടന്ന മരിക്കുന്നതിന് തുല്യോ. അപ്പോ കല്യാണം അവളുടെ സമ്മതം ഇല്ലാതാണോ? അച്ഛനും അമ്മയും ഷാരിയും എല്ലാം ആ കൊള്ളപ്പലിശക്കാരൻ കാർത്തികന്റെ വീട്ടില് ഔദാര്യത്തിലാ കഴിയുന്ന. അച്ഛന്റെ പ്രായം കാണും അയാൾക്ക്. അയാളാ ഷാരിയെ നാളെ കല്യാണം കഴിക്കാൻ പോകുന്ന. എന്നിട്ടും അത് സമ്മതിച്ചു കൊടുക്കുന്നത് എന്തിനാ? പറ്റില്ല എന്ന് പറയാൻ അവിടെ ഞങ്ങൾക്ക് ആരാ ഉള്ളത്? ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തവരെ ഞങ്ങള്. കല്യാണം നടന്ന പിന്നെ അവള് ജീവിച്ചിരിക്കില്ല. ആശ്രയമില്ലാത്തവർക്ക് ഇങ്ങനെയൊക്കെ ജീവിച്ചല്ലേ പറ്റൂ. മോളെ, വേണ്ട. നേരം വെളുക്കം വരെ എനിക്ക് ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു.
എവിടെന്നെങ്കിലും ആരെങ്കിലും എന്നെ രക്ഷപ്പെടുത്താനുള്ള വഴിയായിട്ട് വരുമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഇല്ലല്ലേ? ഇന്നു മുതല് ഞാൻ കാർത്തികേയന്റെ ഭാര്യയാണോ? എനിക്കതിന് പറ്റൂ അമ്മ? രാവിലെ മുതൽ ആ ചോദ്യം ഞാൻ എന്നോട് തന്നെ ചോദിക്കുമായിരുന്നു. ഇല്ലെന്ന് തന്നെയാ മനസ്സ് പറയുന്ന. പിന്നെ എന്ത് ചെയ്യും? ജീവിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ വലിയ വീടാണെന്നാ കേട്ട. എന്തിനു കുറെ ബാല്യക്കാരൊക്കെ ഉണ്ടത്ര. അവിടെ ഇതുപോലെ സദാസമയം കാവലായിരിക്കോ? നീ എന്തൊക്കെ പറയുന്നത്? ആലോചിച്ചതാ. ജീവിതം അങ്ങ് അവസാനിപ്പിച്ച് കളയാനുള്ള സ്വാതന്ത്ര്യമെങ്കിലും എനിക്ക് അവിടെ ഉണ്ടാവോ അമ്മ? ഇവിടെ കെട്ടിപ്പിടിച്ച് ഉമ്മം വെച്ച് കളിക്കുക. നിങ്ങൾ ഇതുവരെ കുളിച്ച് റെഡിയായില്ലേ? ഇതെന്തിനാ കരയുന്നത്? പെണ്ണിനെ ഇറക്കി വിടുമ്പോഴല്ലേ കരയ? ഇപ്പൊ കരയുന്നത് എന്തിനാ? അച്ഛൻ ഇതെങ്ങനെ പറയാൻ തോന്നുന്നു? ഇവിടെന്തൊക്കെയായി പറയുന്നത്? കുടുംബക്ഷേത്രത്തിൽ പോയി തൊഴാൻ കാർത്തികേയൻ വരുമെന്ന് പറഞ്ഞതല്ലേടി? കാർത്തികേയൻ വന്ന് പുറത്തു വെക്കുന്നു. എടി ശാരിക, നിന്നോടും കൂടെയാ പറഞ്ഞത്. പോയി റെഡിയാവ്. എടി നിന്നോടാ പറയുന്നത്. പെട്ടെന്ന് ഒരുങ്ങാൻ. എനിക്ക് തീരെ സൗകര്യപ്പെടില്ല. അവളും വരുന്നില്ല. എന്താടി നല്ല ദിവസമായിട്ട് എന്റെ വായനൊല്ലം കേൾക്കണോ നിനക്ക്? വേണമെന്ന് ഇല്ല എന്ന് പറഞ്ഞില്ലേ? എന്റെ സർവ്വ നിയന്ത്രണങ്ങളും തെറ്റിയാ ഞാൻ നിൽക്കുന്നത്. എന്നെ വെറുതെ ഭ്രാന്ത് പഠിപ്പിക്കരുത്. ഞാൻ എന്നെ തന്നെ മറന്ന് വല്ല അവിവേകം ചെയ്തു പോവും. എന്നോട് ചൂടായിട്ട് ഒരു കാര്യമില്ല. എല്ലാം തീരുമാനിച്ച പോലെ അതിന്റെ ചിട്ടയ്ക്ക് തന്നെ നടക്കും. അതിന് തടസ്സം വയ്ക്കാൻ ഇപ്പൊ ഇങ്ങനെ ഓരോ നമ്പറുമായിട്ട് വന്നത് എന്താണ് ഈ ഫലം? ഇത് നിങ്ങളുടെ മോളാണോ? ഇവള് നിങ്ങളെ അച്ഛന്നല്ലേ വിളിക്കുന്നത്? ആ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? കേടോ മനുഷ്യ, സൃഷ്ടിച്ച മാത്രം ആരും അച്ഛനാവില്ല. അവർക്ക് നല്ല ജീവിതം കൊടുക്കണം, അവരെ സംരക്ഷിക്കണം. സ്വന്തം കുഞ്ഞിങ്ങനെ ഉരുകുന്ന കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു വേദന തോന്നുന്നില്ല അല്ലേ? ഇല്ല. ആവശ്യമില്ലാത്ത വാശിയത്. ഇവക്കിപ്പോ കിട്ടാൻ പോകുന്നത് നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത അത്ര നല്ല ബന്ധമാണ്. ഇവിടെ നല്ല ഭാവിക്ക് വേണ്ടി തന്നെയാ ഞാൻ ഈ പെടാപ്പാടൊക്കെ പെട്ടത്. അറിയോ നിനക്ക്? കാർത്തികേയൻ ഈ നാട്ടിൽ വേറെ പെണ്ണിനെ കിട്ടാനിട്ടാണോ? മംഗലശ്ശേരി മാധവന്റെ മകളായതുകൊണ്ട് മാത്രം കാർത്തികേയൻ ഇവളെ കല്യാണം കഴിക്കാന്ന് വെച്ചത്. അവന്റെ മാഹാത്മ്യൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. എന്താടി ആയിക്കൊരു കുറവ്? നീയും ഇവളും ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കാത്തതിന്റെ ബുദ്ധിമുട്ടല്ലേ നിനക്ക്? എന്റെ ശരി ഇതാ. അതാ ഞാൻ എന്റെ മോക്ക് നേടിക്കൊടുത്തത്. അവിടെ ചെന്നൊരു രാജകുമാരിയെ പോലെ ജീവിക്കാൻ തുടങ്ങുമ്പോ ഇവൾ അച്ഛനെ നന്ദിയോടെ ഓർക്കും. ഞാൻ ചെയ്ത ത്യാഗത്തെക്കുറിച്ച് മനസ്സിലാക്കും. എന്ത് ത്യാഗവാ നിങ്ങൾ ഇവൾക്ക് വേണ്ടി ചെയ്തത്? കേൾക്കട്ടെ. ഇത്രയും കാലം എന്റെ കൂടെ ജീവിച്ചവളല്ലേ? എന്നിട്ടും കാണാത്തതേ ഞാനായിട്ട് ഇപ്പൊ പറയുന്നില്ല. അതിനെ എനിക്കിപ്പോ സമയവുമില്ല. മര്യാദയ്ക്ക് റെഡിയായിക്കോ, അല്ലെങ്കിൽ ആ ഇത്താപ്പി ഒന്ന് റെഡിയാക്കിക്കോളൂ. അതാ നിങ്ങൾക്കൊക്കെ നല്ലത്. മോളെ,
നന്ദു, എനിക്ക് നന്ദുന്റെ കാറിന്ന് വേണം. എന്താ? അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോവാന് കാർ തരാൻ പറ്റുമോ? എവിടേക്കാ പോന്നേ? മംഗലശ്ശേരിക്ക്. ഇന്നവിടെ ഒരു വിശേഷം നടക്കാൻ പോകുന്നുണ്ട്, അറിയാലോ നന്ദുവിന്. എനിക്ക് അങ്ങോട്ട് പോണം. ദേവി തനിച്ച് അങ്ങോട്ട് പോയിട്ട് എന്ത് ചെയ്യാനാ? കാർത്തികേയന് പരിഹസിക്കാൻ വേണ്ടി മുന്നിൽ പോയി നിന്നു കൊടുക്കാം, അത്രയല്ലേ പറ്റൂ. അങ്ങോട്ട് കാല് കുത്താൻ പോലും അവർ സമ്മതിക്കില്ല. ആയിക്കോട്ടെ, പക്ഷെ എനിക്ക് അങ്ങോട്ട് പോയേ പറ്റൂ. ശാരി അമ്മ മരിച്ചതിന് തുല്യമായിട്ടാവും അവിടെ നിൽക്കുക. രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് അവരുടെ കൂടെ നിന്നേ പറ്റൂ. അതെങ്കിലും ഞാൻ ചെയ്യണ്ടേ? എങ്കിൽ ഞാനും വരാം, ഒരുമിച്ച് പോ. വേണ്ട. അതെന്താ? നന്ദു പോയതല്ലേ, ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇനിയും പോയി നാണം കെടണ്ട. എനിക്ക് ഈ അവസ്ഥയിൽ ചെയ്യാൻ പറ്റുന്നൊക്കെ ഞാൻ ചെയ്തില്ലേ. കാർത്തികൻ വളരെ പ്ലാൻ ചെയ്ത് തന്നെ നീങ്ങുന്നേ. ദേവിയുടെ കാര്യത്തിൽ സംഭവിച്ചത് ആവർത്തിക്കാതിരിക്കാൻ അയാൾ എല്ലാ അടവും പ്രയോഗിക്കുന്നുണ്ട്. ഇനി നമുക്ക് ശാരിയെ ഈ കല്യാണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റില്ല ദേവി. നന്ദുന് അതിങ്ങനെ നിസ്സാരമായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം, പക്ഷെ എനിക്കതിന് കഴിയില്ലല്ലോ. ദേവിയുടെ പ്രശ്നങ്ങൾ നിസ്സാരമായിട്ട് കാണുന്ന ആളാണോ ഞാൻ? എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ എനിക്കിത് വിധിയാണെന്ന് പറഞ്ഞ് സമാധാനിച്ച് ഇവിടെ എങ്ങനെ ജീവിക്കാൻ പറ്റും? ഞാൻ അവക്ക് വാക്ക് കൊടുത്തതാ. ജീവനോട് ഇരിക്കുമ്പോ ആ കല്യാണം നടക്കില്ല എന്ന് ഉറപ്പ് കൊടുത്തതാ. ആ ഉറപ്പില്ല ഇപ്പോഴും അവള് ജീവനോട് ഇരിക്കുന്ന. ദേവി, ഈ കല്യാണം നടക്കുന്നത് അവളെ ജീവനോട് ചിതയിലേക്ക് എടുക്കുന്ന പോലെയാ. അതിന് സാക്ഷിയാകാനെങ്കിലും ഞാൻ അവിടെ വേണം. നന്ദു ഗീത. ദേവി, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കാം. കുറച്ച് സമയം കൂടെ ബാക്കിയുണ്ടല്ലോ. ഞാനും വരാം, വേണമെങ്കിൽ മുരളിയെ വിളിക്കാം. നിങ്ങൾ എനിക്ക് വേണ്ടി എന്തും ചെയ്യുമെന്ന് എനിക്കറിയാം, പക്ഷെ ഇനി എന്തായാലും അത് വേണ്ട. ഇത് എന്റെ കഴുത്തിൽ വീഴേണ്ട കൊലക്കയറായിരുന്നു. ഞാൻ രക്ഷപ്പെട്ടതുകൊണ്ടാ എന്റെ അനിയത്തി പെട്ടുപോയത്. അതിന്റെ ഉത്തരവാദിത്വം ഞാൻ ഒറ്റയ്ക്ക് ഏറ്റെടുത്തോളാം. എനിക്ക് പോണം, സമയം പോകുന്നു. ബസ്സിൽ കയറിപ്പോയ സമയത്തിനെത്തില്ല. കാറിന്റെ ചാവി തരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും വഴി നോക്കിക്കോളാം. ദേവി, നീ എന്തൊക്കെയാ പറയുന്നേ? പോയിട്ട് വരാം. ദേവി, പുറകെ വരണ്ട. അമ്മ കണ്ട എന്റെ പോക്കൂടി മുടങ്ങും. കാർത്തിക, ഒന്നും തോന്നരുത്. അവര് വരും തോന്നില്ല. എന്താ കാര്യം? ഇതുവരെ അവറ്റോട് രണ്ട് ഒരുങ്ങിയിട്ട് പോലുമില്ല. എന്താ ഇപ്പൊ ചെയ്യ? ഞാൻ ശരിക്കും നാളെ പറഞ്ഞു, നല്ലൊരു ദിവസമല്ലേ, ദേഹോദ്രം ഏൽപ്പിക്കുന്നത് ശരിയല്ലല്ലോ. അല്ലെങ്കിൽ ഞാൻ ചാണ്ടിനെ ചവിട്ടി കൂട്ടിയാനെ. അതേതായാലും നന്നായി. അമ്പലത്തിലേക്ക് വരുന്നില്ലെങ്കിൽ വേണ്ട. ഒരു തുടക്കമല്ലേ, ദൈവാധീനത്തോടെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാ കുടുംബക്ഷേത്രത്തിലേക്ക് പോയിട്ട് വരാന്ന് പറഞ്ഞത്. രാവിലെ കെട്ടിയൊരുങ്ങി കൊണ്ടുപോകാൻ വന്ന ഞാൻ മണ്ടനായി ഇല്ലേ? കൊള്ളാം. കാർത്തിക, ഇന്നത്തെ ദിവസമായതുകൊണ്ട് ക്ഷമിക്ക്. ഇനി ഒരിക്കലും ഈ അഹങ്കാരം അന്വേഷിച്ചു കൊടുക്കരുത്. അതിന് ഇനി തന്നെ ഉപദേശമൊന്നും വേണ്ട. എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. ഇറങ്ങിയ സ്ഥിതിക്ക് ഞാൻ എന്തായാലും പോയി പ്രാർത്ഥിച്ചിട്ട് വരാം. ശരി, കാർത്തികൻ ചെയ്യുന്നു നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കും. തടസ്സങ്ങളൊക്കെ അങ്ങ് മാറട്ടെ. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കല്യാണ വേഷവും കെട്ടി കാർത്തികേയനി തിരിച്ചിവിടെ വരുമ്പോ എല്ലാവരും റെഡിയായിരിക്കണം. ഒരു 10 മിനിറ്റ് ഞാൻ റെഡി. ഇയാൾ റെഡി ആയിട്ട് എന്തിനാണോ തന്റെ ഭാര്യയും മകളും റെഡിയാവുന്ന കാര്യം പറഞ്ഞേ? അപ്പൊ ഈ വെളച്ചില് കാണിച്ച മംഗലശ്ശേരി എല്ലാവരും കാർത്തികേയന്റെ തനി സ്വരൂപം അറിയും. ഇല്ല കാർത്തിക, ധൈര്യമായിട്ട് പോയിട്ട് വാ. ഇവിടെ എല്ലാം ഞാൻ സെറ്റപ്പ് ആക്കിക്കോളാം, വിട്ടോ. ഹലോ, ഞാനാ. ദേവിക? അതെ. അവളെ വിളിക്കുന്ന തന്റെ മോള് ദേവിക.
എന്താ ചേച്ചി? ഷാരിയുടെ കല്യാണമല്ലേ, ഒന്ന് വിളിച്ച് സംസാരിക്കണമെന്ന് തോന്നി. എന്റെ അവസ്ഥ അറിയാലോ, ഒരുപാട് മോശമായിപ്പോയി. എടുത്ത തീരുമാനം തെറ്റിപ്പോയെന്ന് ഒരുപാട് വൈകിയാ തിരിച്ചറിഞ്ഞത്. അത് ശരിയാ, ഒരുപാട് വൈകിപ്പോയി. സാരമില്ല, ഷാരിക്കെങ്കിലും ഒരു നല്ല ജീവിതം കിട്ടുമല്ലോ, അത് മതി. ഞാൻ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. യോ, അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്തൊക്കെ പറഞ്ഞാലും ചെയ്താലും ദേവിയോട് എനിക്ക് അന്നും ഇന്നും സ്നേഹം മാത്രമേ ഉള്ളൂ. സന്തോഷം. ഷാരി പാവുക, ഒരു പൊട്ടിപ്പെണ്ണ. അവളെ വിഷമിപ്പിക്കരുത്. ഇല്ല 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 ഇല്ല, ഞാൻ അവളെ പൊന്നുപോലെ നോക്കത്തില്ലേ, അത് വഴിയേ മനസ്സിലാവും. എല്ലാവരും ഒരുങ്ങി ഇറങ്ങിയോ? ഇല്ല, ഒരുങ്ങുന്നേ ഉള്ളൂ. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഫോൺ അവക്കൊന്ന് കൊടുക്കോ? അവളുടെ ഫോണിൽ വിളിച്ച കിട്ടാറില്ല. വിളിച്ചിട്ട് ഒരുപാട് നാളായി. അതിനെന്താ, കൊടുക്കാലോ. അവൾ ഒതുങ്ങി. കുറച്ചു ദിവസം കയറി കിടക്കാൻ പോലും ഇടം കിട്ടാതെ അവൾ അലഞ്ഞപ്പോ അവൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. നീ താഴെ എത്തി. ശാരികയോട് സംസാരിക്കണോ അത്രേ? കൊടുത്തേക്കാം, സംസാരിക്കട്ടെ. അവൾ അങ്ങനെ ഒതുങ്ങാൻ വഴിയില്ലല്ലോ. ഇനി വല്ല കുരുത്തക്കേട് ഒപ്പിക്കാനുള്ള പരിപാടിയാണോ? എൻ്റെ മോള, അവളെ വിശ്വസിക്കാൻ പറ്റില്ല. ശരി, എന്താ രാവിലെ ക്ഷേത്രത്തിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞത്? പോണ്ടാന്ന് തീരുമാനിച്ചെങ്കിൽ എന്നെ രാവിലെ ഇങ്ങോട്ട് വരുത്തേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ആ, സാരമില്ല. ദേവിക ലൈനിലുണ്ട്, സംസാരിച്ചു. മേടിച്ചു നിൽക്കാതെ എന്താ കാര്യം അന്വേഷിക്കടി? എന്താ ചേച്ചി? മോളെ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. നീ ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ പറയുന്നത് അങ്ങ് കേട്ടാ മതി. തക്ക സമയത്ത് തരികട പരിപാടി ഒപ്പിക്കുന്നവളാ ദേവിക. ഈശ്വര, ഇതെന്തെങ്കിലും പണിയായിരിക്കുമോ? കാർത്തികേയനോട് പറയാം. ഓ, അല്ലെങ്കിൽ വേണ്ട. എന്തിനാ വെറുതെ കാലത്തെ ഇടി വാങ്ങിച്ചു കൂട്ടുന്നത്? എന്താന്ന് വെച്ചാ വേഗം പറഞ്ഞ് അവസാനിപ്പിക്കുക. സമയം പോണു. എന്നാ ഫോൺ വെച്ചോ. ചേച്ചി എന്തു പറയുന്നു? കല്യാണം മുടക്കാനുള്ള വഴിയൊന്നും അല്ലല്ലോ അല്ലേ? അല്ല. ആ, എന്നവരെ കല്യാണത്തിന് വേണ്ടി വരുന്നല്ലേ? മാധവേട്ടാ, മാധവേട്ടന്റെ മനസ്സിൽ അവള് നമുക്കിട്ട് പണിയും എന്ന് തോന്നിയില്ലേ? ആ, തോന്നി. എങ്ങനെ മനസ്സിലായി? എനിക്കും അങ്ങനെ തോന്നി. പക്ഷേ ഇപ്പോഴാണ് അവൾ എന്താണെന്നും കാർത്തികേയന്റെ വില എന്താണെന്നും അവള് മനസ്സിലാക്കിയത്. അവളുടെ അഹങ്കാരം എല്ലാം തീർന്നു.
ആകെ തകർന്ന് തരിപ്പണായി. ടാകരൂന്ന് ഉറപ്പല്ലേ? അവള് കണ്ട ലോകാണ് ശരിയെന്ന് വിശ്വസിച്ച് പോയതല്ലേ? ആ, എത്ര ഉയരത്തിൽ പോയി പരിപാടി അവതരിപ്പിച്ചാലേ സമ്മാനം വാങ്ങാൻ ഇങ്ങ് തോഴ വരണ്ടേ? ആ, ഇപ്പൊ അവക്കത് ബോധ്യമായി. അവളുടെ കാര്യം വീട് കാർത്തിയ. നമ്മളവളെ പുറത്ത് കളഞ്ഞതല്ലേ? എങ്ങോട്ടേലും പോട്ടെ, നാശം. ആ പോട്ടെ, പറഞ്ഞതേ ഉള്ളൂ. ആ, അതെ, ശാരിയോട് വേഗം ഒരുങ്ങാൻ പറയണം. ഓ. ഞാൻ അമ്പലത്തിൽ പോയിട്ട് ഇപ്പൊ ഇങ്ങെത്തും. ഓ. ശാരിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല. ആ, എന്നാ ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. വേഗം റെഡിയാക്കോ. അപ്പൊ ഞാൻ പോയിട്ട് ആ. അമ്മ എന്തേടി? കാർത്തികൻ എന്ത് സ്നേഹത്തോടെയാ പറയുന്നത്. നിന്റെ സൗഭാഗ്യമല്ലേടി കല്യാണം. പെട്ടെന്ന് ഒരുങ്ങിയ മോള്. ഒരുങ്ങും മോളെ. ആ, വേഗം വേണം.